ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA. കോഴിക്കോട് കോർപ്പറേഷനിൽ NDA അധികാരത്തിൽ വരുമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ആവേശഭരിതമായ കലാശക്കൊട്ടോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിസമാപ്തിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരുക്കങ്ങളെക്കുറിച്ച് കളക്ടർ വിശദീകരിച്ചു. ഓൺ ട്രാക്ക് ആണ്. നമുക്ക് ഇപ്പോൾ കമ്മീഷനിങ് കംപ്ലീറ്റ് ആയി എല്ലാ ബ്ലോക്ക് ലെവലിൽ. ഇപ്പോൾ 10-ാം തീയതി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാം. ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് മഷീൻസ് വിൽ ബി ഗിവൻ ടു 3097 പോളിംഗ് സ്റ്റേഷൻസ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട്. 3097. കോഴിക്കോട് ജില്ലയിലാകെ 26,82,682 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടെടുപ്പ് ഡിസംബർ 11 രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നടക്കും. 3097 ബൂത്തുകളാണ് സജ്ജീകരിച്ചത്. ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും 7 നഗരസഭകളിലെ 273 വാർഡുകളിലേക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിലേക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 നടക്കുന്നത്. 3097 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചതിൽ 731 എണ്ണം സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകളാണ്. 166 ബൂത്തുകളിൽ ലൈവ് വെബ് കാസ്റ്റിംഗും സജ്ജീകരിക്കും. തെരഞ്ഞെടുപ്പ് ദിവസത്തേക്കായി സിറ്റി പരിധിയിൽ 2100 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും തയ്യാറായതായി ജില്ലാ കളക്ടർ പറഞ്ഞു. പോളിംഗ് പാർട്ടികൾ, സെക്ടറൽ ഓഫീസർമാർ, പോലീസ് എന്നിവയ്ക്കായി ജില്ലയിൽ 2000-ഓളം വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCP അരുൺ K. പവിത്രൻ, അഡീഷണൽ SP റൂറൽ AP ചന്ദ്രൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ അതിജീവിതയുടെ പക്ഷത്താണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA. അവർക്ക് നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കർ പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ കുറ്റവാളി ആര് ഇപ്പോൾ ആരോപിക്കപ്പെട്ട ആൾ തന്നെയാണ്. ഇത് നിയമത്തിന്റെ പരിശോധനയ്ക്ക് വിധേയമാകുകയാണല്ലോ. അപ്പൊ അത് പരിശോധിച്ച് അതാണ് ഗവൺമെന്റ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗവൺമെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സ്ത്രീ സമൂഹത്തിന്റെ ഒരു പൊതുവായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാണുന്നത്. അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നിലപാടുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നത്തിൽ അതിജീവിയുടെ പക്ഷത്ത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും. അതിൽ ഒരു സംശയത്തിനും ഇടയില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതിപ്പോൾ അവസാനത്തെ നിയമ നടപടി അല്ലല്ലോ, ഇനി ഉപരി കോടതികളില്ലേ. അങ്ങനെ ആ പരിശോധന ഇവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്.
പരിപാടിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബിജുനാഥ്, സെക്രട്ടറി PK സജിത്ത് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിൽ NDA അധികാരത്തിൽ വരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ LDF-ഉം UDF-ഉം വർഗീയ പ്രചരണ വേലയുമായാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, BJP-യാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ NDA ഭരണത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവസാന ഘട്ടമാവുമ്പോഴേക്കും ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തവണ BJP-യുടെ മുന്നേറ്റം, NDA-യുടെ മുന്നേറ്റം അത് മനസ്സിലാക്കി UDF-ഉം LDF-ഉം വ്യാപകമായ തോതിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മറ്റ് പല വിഷയങ്ങളും ചർച്ചാ വിഷയമായെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ LDF-ഉം UDF-ഉം അതിഭീകരമായിട്ടുള്ള വർഗീയ പ്രചാരവേലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFI പ്രവർത്തകർ LDF-ന് വേണ്ടി ഇവിടെ പ്രചാരണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് 11-ാം തീയതി കഴിയും. എന്നാൽ നാടിൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ, രാജ്യം തന്നെ നിരോധിച്ച ഭീകരവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നാടിൻ്റെ സമാധാനം തകർക്കാൻ മാത്രമേ ഇത്തരം പ്രചാരണ രീതികൾ ഉപയോഗിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആവേശഭരിതമായ കലാശക്കൊട്ടോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിസമാപ്തിയിൽ. നഗരത്തിൽ വാർഡ് തലങ്ങളിലാണ് കലാശക്കൊട്ട് നടന്നത്. പ്രചാരണത്തിലെന്ന പോലെ അവസാന മിനിറ്റിലും മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണ് നിന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുക കുത്തനെ കൂട്ടിയ ഇടത് സർക്കാരിനെതിരെയാകട്ടെ നിങ്ങളുടെ വോട്ടുകൾ. കൈപ്പറ്റി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി മുരളി ബേപ്പൂരിനെ വിജയിപ്പിക്കുക. ഞാനിവിടെ 10ാം വാർഡിൽ ജനവിധി തേടുന്ന അദീല പ്രദീപ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഈ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10-12 വർഷമായി. നിങ്ങളൊപ്പം നിങ്ങളുടെ കൂടെയുള്ള ഒരാളാണ്. എല്ലാ ആൾക്കാരെയും എനിക്കൊരു ആൾക്കാരെയൊക്കെ നന്നായിട്ട് പരിചയമുണ്ട്. നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ആളുകളുടെ കൂടെ ഏതൊരു ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വിലയേറിയ വോട്ട് തരണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, it's flavors and party time. Friends and party time, it's flavors and party time. A party party. A party party, no ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and nothing flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സെറമോണിയൽ പരേഡിൽ DGP ആൻഡ് പോലീസ് കമ്മീഷണർ കോഴിക്കോട് സിറ്റി നാരായണൻ T IPS അഭിവാദ്യം സ്വീകരിച്ചു.
കോഴിക്കോട് ജില്ലയിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി SPC പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ബേപ്പൂർ ഗവൺമെന്റ് HSSൽ നടന്ന സെറമോണിയൽ പരേഡിൽ സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ T IPS പരേഡ് പരിശോധിച്ചു. കുമാരി ഖദീജ മസ്ബിൻ നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. തൊട്ടുപിറകെ മാസ്റ്റർ മുഹമ്മദ് റസി നയിക്കുന്ന GHS ഇരിങ്ങല്ലൂർ. ബേപ്പൂർ ഗവൺമെന്റ് HSS, ഗവൺമെന്റ് വൊക്കേഷണൽ HSS മീഞ്ചന്ത, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലളം, RK മിഷൻ HSS മീഞ്ചന്ത, UHSS ചാലിയം, GHSS ഇരിങ്ങല്ലൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാനക്കൽ, BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് എന്നീ വിദ്യാലയങ്ങളിലെ SPC കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. കുമാരി ആര്യകൃഷ്ണ നയിക്കുന്ന GHS ബേപ്പൂരിന്റെ ഗേൾസ് പ്ലട്ടൂൺ. സ്കൂൾ കോഴിക്കോടിന്റെ കുമാരി ഹയ ഫാത്തിമ നയിക്കുന്ന ടീം. കുമാരി മേധ ബൈജു നയിക്കുന്ന പ്ലട്ടൂൺ. ഫറൂഖ് സബ് ഡിവിഷൻ SP AM സിദ്ദിഖ്, DNO SPC പ്രൊജക്ട് അഡീഷണൽ സൂപ്രണ്ട് ബിജു രാജ്, ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ K പവിത്രൻ IPS എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി ഫറൂഖിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മത്സര പരീക്ഷകളെ പേടി കൂടാതെ സമീപിക്കാൻ ലിറ്റിൽ ജെംസ് ടാലന്റ് ലാബുമായി കുറ്റ്യാടി MIUP സ്കൂൾ. ലാബിന്റെ ഉദ്ഘാടനം ഡോക്ടർ സജിത്ത് നിർവഹിച്ചു. കുറ്റ്യാടി MIUP സ്കൂളിൽ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ ജെംസ് ടാലന്റ് ലാബ് സംഘടിപ്പിച്ചു. സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും 4ഉം 5ഉം ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നിരന്തരം മൂല്യനിർണ്ണയത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 വിദ്യാർത്ഥികൾക്കാണ് കോച്ചിംഗ് നൽകുക. ഭാവിയിലെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് കോച്ചിങ്ങിന്റെ ലക്ഷ്യം. ജില്ലയിലെ പ്രശസ്തരായ ട്രെയിനറുടെ സഹായത്താലാണ് കോച്ചിംഗ് നടത്തുന്നത്. നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത പീഡിയാട്രീഷ്യനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ സച്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇതിനേക്കാൾ ഉയരങ്ങളിലെത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം മാത്രമാണ് അതിന് സാധ്യമായി സാധിക്കും. അപ്പൊ അതിൽ ആ മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഡിസിപ്ലിൻ. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ടൈം. ചടങ്ങിൽ MI സ്കൂൾ പ്രിൻസിപ്പൽ P ജമീല അധ്യക്ഷയായി. കൺവീനർ CK ഷിജിന സ്വാഗതവും P ജമാൽ ആമുഖവും പറഞ്ഞു. SRG കൺവീനർ ലൈല, സീനിയർ അസിസ്റ്റന്റ് അഫീഫ, KP അബ്ദുൽ മജീദ് മാസ്റ്റർ, സൗമ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി P സാജിദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുട്ടികളുടെ കരകൗശല പ്രവർത്തനങ്ങളിലുണ്ടായത് ആകർഷകമായ ഉൽപ്പന്നങ്ങളാണ്. കാരന്നൂർ NSS സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഴ്വസ്തുക്കളിൽ നിന്നുമാണ് മനോഹരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത്. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ വീടുകളിലുണ്ടാകുന്ന പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച പലതരം സാധനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശശിധരൻ മെനക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. അത് ജൈവമാലിന്യമായാലും ഖരമാലിന്യമായാലും ഒക്കെ തന്നെ പുറന്തള്ളപ്പെടേണ്ടത്. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ വേസ്റ്റ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും വിദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ. കരയോഗം സെക്രട്ടറി കെ പ്രേമചന്ദ്രൻ, പ്രധാനാധ്യാപിക ദീപ മനോജ്, PTA വൈസ് പ്രസിഡന്റ് ഹസ്ന, സ്കൂൾ ലീഡർ നക്ഷത്ര, സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന പ്രതീഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് SPCയുടെ അഭിനന്ദനം. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്മീഷണേഴ്സ് ചാമ്പ്യൻസ് ലീഗിനാണ് പ്രൊവിഡൻസ് സ്കൂൾ SPC യൂണിറ്റ് അനുമോദനം അറിയിച്ചത്. കോഴിക്കോട് സിറ്റി പോലീസിന്റെ നോ നെവർ ആന്റി ഡ്രഗ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന കമ്മീഷണേഴ്സ് ചാമ്പ്യൻസ് ലീഗ് നഗരത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി SPC യൂണിറ്റ് നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും സഹായകമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പ്രൊവിഡൻസ് സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഭാഗമാക്കിക്കൊണ്ട് അനുമോദന കത്ത് തയ്യാറാക്കി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മദർ വെറോനിക്കയുടെ പ്രചോദനാത്മകമായ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന പോസ്റ്റർ പ്രദർശനം പ്രൊവിഡൻസ് ജൂനിയർ സ്കൂളിൽ നടന്നു. മദർ സുപ്പീരിയർ സിസ്റ്റർ സെലിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോസ്തലിക് കാർമലിന്റെ സ്ഥാപകയായ മദർ വെറോനിക്കയെ കുറിച്ചുള്ള പോസ്റ്റർ പ്രദർശനം മദർ വെറോനിക്കയുടെ പ്രചോദനാത്മകമായ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന പേരിൽ പ്രൊവിഡൻസ് ജൂനിയർ സ്കൂളിൽ സംഘടിപ്പിച്ചു. മദറിന്റെ 119ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പോസ്റ്റർ പ്രദർശനം മദർ സുപ്പീരിയർ സിസ്റ്റർ സെലിൻ AC ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ സോമി AC, സിസ്റ്റർ മരിയ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മദർ വെറോനിക്കയുടെ വിദ്യാഭ്യാസ രംഗത്തെയും സേവന രംഗത്തെയും അടയാളപ്പെടുത്തുന്നതായിരുന്നു പോസ്റ്റർ പ്രദർശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 39ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. മുഖ്യ രക്ഷാധികാരി PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പ്രസിഡന്റ് KA നൌഷാദ് അധ്യക്ഷം വഹിച്ചു. റിട്ടയർഡ് IRS അഡ്വക്കേറ്റ് P രാധാകൃഷ്ണൻ കലോത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് സംസാരിച്ചു. ട്രഷറർ TC ബസന്ത് ബഡ്ജറ്റും ജനറൽ സെക്രട്ടറി K ത്രിദീപ് കുമാർ കമ്മിറ്റി അംഗങ്ങളെ പരിചയപ്പെടുത്തി. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രൻ, മലബാർ ഹോസ്പിറ്റൽ MD വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മിലി മോണി, റിട്ടയർഡ് IRS ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ 51 അംഗ കമ്മിറ്റി അവതരിപ്പിക്കുകയും ചെയ്തു. മാനുവൽ ആന്റണി, അഡ്വക്കേറ്റ് M രാജൻ, ഷെറിൻ ഗംഗാധരൻ, PV അനൂപ് കുമാർ, അനിൽ സുകുമാർ, ഡോക്ടർ ആശാ സുമാർ, സുദർശൽ ബാലൻ, ഡോക്ടർ അജിത, സന്തോഷ് കുമാർ, ബൈജു കക്കോത്ത് എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് മാനുവൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ത്രിദീപ് കുമാർ സ്വാഗതവും വഹീദ നൌഷാദ് നന്ദിയും പറഞ്ഞു.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA. കോഴിക്കോട് കോർപ്പറേഷനിൽ NDA അധികാരത്തിൽ വരുമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ആവേശഭരിതമായ കലാശക്കൊട്ടോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിസമാപ്തിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.